ഞാൻ ഒരു സ്റ്റുഡൻ്റ് അല്ല, ഞാൻ സ്കൂളിൽ പോകാറില്ല, ഞാൻ ഹോംവർക്ക് ചെയ്തില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന സെൻറ്റൻസസ് ഇതൊക്കെ നെഗറ്റീവ് സെൻറ്റൻസസ് ആണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തില്ല, ഞാൻ അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നെഗറ്റീവ് സെൻറ്റൻസസ് ആണ്. ഇത്തരം നെഗറ്റീവ് സെൻറ്റൻസസ് നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ അയാൾക്കും അതേ എക്സ്പീരിയൻസ് തന്നെയാണെങ്കിൽ അയാൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക? ഞാനും അങ്ങനെയല്ല, ഞാനും അങ്ങനെ ചെയ്യാറില്ല, ഞാനും അങ്ങനെ ചെയ്തില്ല എന്നൊക്കെയല്ലേ. അപ്പോൾ അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ നൈദർ ആം ഐ, നൈദർ ഡു ഐ, നൈദർ ഡിഡ് ഐ, നൈദർ ഹാവ് ഐ എന്നൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് നമ്മുടെ ലെസണിൽ നമ്മൾ പഠിക്കും. ഓരോ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നൈദർ ആം ഐ. നൈദർ കഴിഞ്ഞിട്ട് ആം ഐ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നൈദർ കഴിഞ്ഞിട്ട് ആം പോലെ തന്നെ നമുക്ക് ഈസ്, ആർ, വാസ്, വേർ ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ സബ്ജക്റ്റ് അനുസരിച്ചാണ് ഉപയോഗിക്കേണ്ടതെന്ന് മാത്രം. സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഒരു സ്റ്റുഡൻറ്റ് അല്ല എന്ന് പറയുമ്പോൾ ഐ ആം നോട്ട് എ സ്റ്റുഡൻറ്റ് എന്നല്ലേ പറയുന്നത്. അതൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അപ്പോൾ കേട്ട് നിൽക്കുന്ന ആൾ പറയാണ് ഞാനും സ്റ്റുഡൻ്റ് അല്ല, ഞാനും അല്ല. അപ്പോൾ നീതർ ആം ഐ. ഇവിടെ ആം ഉപയോഗിച്ചു, ഐ സബ്ജക്റ്റ് ആയതുകൊണ്ട് ആം ഉപയോഗിച്ചു. ഇനി ഹി, ഷീ ഒക്കെയാണ് സബ്ജക്റ്റ് എങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇസ് ഉപയോഗിക്കാം. അതല്ല യു, വി, ദേ, പിന്നെ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ആർ ഉപയോഗിക്കാം. ഇത് പ്രസൻറ്റ് ടെൻസിലെ കാര്യം. പാസ്റ്റ് ടെൻസിലെ കാര്യമാണെങ്കിൽ വാസ് ആൻഡ് വേർ ഉപയോഗിക്കാം. വാസ് ഉപയോഗിക്കുന്നത് ഐ ആണെങ്കിൽ വാസ് ഉപയോഗിക്കാം. സിംഗുലർ സബ്ജക്ട്സ് ആയ ഹി, ഷീ ഒക്കെ ആണെങ്കിൽ വാസ് ഉപയോഗിക്കാം. പിന്നെ വേർ ഉപയോഗിക്കുന്നത് യു, വി, ദേ, പിന്നെ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ അവിടെ പാസ്റ്റ് ടെൻസിൽ വേർ ഉപയോഗിക്കാം. അപ്പോൾ അത്രയും മനസ്സിലാക്കുക. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ ആം നോട്ട് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ നീതർ ആം ഐ എന്നുപയോഗിച്ചു. അവനും ഒരു സ്റ്റുഡൻ്റ് അല്ല എന്നാണ് പറയേണ്ടതെങ്കിൽ നൈതർ ഈസ് ഹി എന്ന് പറയണം. അപ്പോൾ മനസ്സിലായല്ലോ, സബ്ജക്റ്റ് അനുസരിച്ച് ആം, ഈസ്, ആർ ഒക്കെ മാറ്റാം. അപ്പോൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ വാസ് അതല്ലെങ്കിൽ വേർ ഉപയോഗിക്കണം. അവൻ ഓഫീസിൽ അല്ല, ഹി ഈസ് നോട്ട് അറ്റ് ദ ഓഫീസ്. ഇതും ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്, അതുകൊണ്ടാണ് ഈസ് ഉപയോഗിച്ചത്. ഹി ഈസ് നോട്ട് അറ്റ് ദ ഓഫീസ്. അവളും അല്ല എന്ന് നമുക്ക് പറയണം. അപ്പോൾ എങ്ങനെ പറയും? നൈതർ ഈസ് ഷീ. ഞാനും അല്ല എന്നായിരുന്നെങ്കിൽ നൈതർ ആം ഐ. അവൻ്റെ ഫ്രണ്ട്സും അല്ല, അവൻ്റെ ഫ്രണ്ട്സും ഓഫീസിലല്ല എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ എങ്ങനെ പറയും? നൈതർ ആർ ഹിസ് ഫ്രണ്ട്സ്. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഞാൻ ഹാപ്പി അല്ല എന്ന് പറഞ്ഞാൽ അതും ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഐ ആം നോട്ട് ഹാപ്പി. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ പറയണം ഞാനും ഹാപ്പി അല്ല. അപ്പോൾ എങ്ങനെ പറയും? നൈതർ ആം ഐ. ഇനി ഈ നൈതർ മാറ്റി നമുക്ക് ഐതർ വേണമെങ്കിലും അവിടെ യൂസ് ചെയ്യാം. അതെങ്ങനെയാണ്? ഇപ്പോൾ നൈതർ ആം ഐ എന്ന് പറഞ്ഞില്ലേ, അതിന് ഐ ആം നോട്ട് ഹാപ്പി ഐതർ എന്ന് പറയാം. ഐ ആം നോട്ട് ഹാപ്പി ഐതർ, അവിടെ നോട്ട് ഉപയോഗിച്ചു. പക്ഷേ നൈതർ ഉപയോഗിക്കുമ്പോൾ നൈതർ ആം ഐ എന്നാണ് ഉപയോഗിക്കുന്നത്. കാരണം നൈതർ എന്നതിന് ഒരു നെഗറ്റീവ് മീനിങ് ഉണ്ട്. അപ്പോൾ അത് ഓൾറെഡി ഒരു നെഗറ്റീവ് മീനിങ് ഉള്ളതുകൊണ്ട് അവിടെ നോട്ടിൻ്റെ ആവശ്യം ഇല്ല. ഐ ആം നോട്ട് എ ബാഡ് പേഴ്സൺ. ഞാനൊരു ബാഡ് ആയിട്ടുള്ള ഒരു ആളല്ല എന്നാണ്. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾ പറയണ എൻ്റെ ഫാദറും അല്ല, എൻ്റെ ഫാദറും അല്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്താ പറയുക? നൈതർ ഈസ് മൈ ഫാദർ. നൈതർ ഈസ് മൈ ഫാദർ. അതിൻ്റെ മീനിങ് എന്താ? മൈ ഫാദർ ഈസ് നോട്ട് എ ബാഡ് പേഴ്സൺ ഐതർ എന്നാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ ആക്ഷൻസ് വരുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ വീട്ടിലല്ല, ഞാൻ ഹാപ്പി അല്ല, ഞാൻ സ്റ്റുഡൻ്റ് അല്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അതുകൊണ്ടാണ് ഈസ്, ആർ, വാസ്, വേർ ഒക്കെ നമ്മൾ ഉപയോഗിച്ചത്. പക്ഷേ ഇതല്ലാതെ നമുക്ക് ഒരു ആക്ഷനെ പറ്റിയാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല എന്നൊക്കെ പറയില്ലേ, അവിടെ എങ്ങനെ ഉപയോഗിക്കും? ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഫുട്ബോൾ കളിക്കാറില്ല. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾ, കേട്ട് നിൽക്കുന്ന ആൾ പറയാണ് ഞാനും കളിക്കാറില്ല, ഞാനും ഇല്ല. നൈതർ ഡു ഐ എന്നാണ് പറയേണ്ടത്. നൈതർ ഡു ഐ, ഞാനും
ഇല്ല, ഞാനും കളിക്കാറില്ല. ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ ഐദർ എന്നാണ് അതിൻ്റെ മീനിങ്. ഐ നെവർ പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാലോ അവിടെയും മീനിങ് ഒന്ന് തന്നെയാണ്. ഞാൻ ഫുട്ബോൾ ഒരിക്കലും കളിക്കാറില്ല എന്നാണ്. അവിടെയും അതിൻ്റെ ഒരു റെസ്പോൺസ് ആളും അത് പറയുകയാണ്, ഞാനും കളിക്കാറില്ല. അപ്പോൾ സെയിം അതിൻ്റെ റെസ്പോൺസ് അങ്ങനെ തന്നെയാണ്. നൈദർ ഡു ഐ എന്ന് തന്നെയാണ്. ഐ നെവർ പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവിടെ ആ സെൻറ്റൻസിൽ അതൊരു നെഗറ്റീവ് മീനിങ് ഉണ്ട്. കാരണം നെവർ എന്ന വേർഡ് അവിടെ ഉള്ളതുകൊണ്ട് അവിടെ ഒരു ഐ ഡോണ്ട് പ്ലേ എന്ന് പറയേണ്ട കാര്യമില്ല. ഐ നെവർ പ്ലേ എന്ന് പറഞ്ഞാൽ മതി. നൈദർ ഡു ഐ. നെവർ എന്ന് ഉപയോഗിക്കുമ്പോൾ ആ സെൻറ്റൻസിൽ ഒരു നോട്ടിൻ്റെ ആവശ്യമില്ല. ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ എന്ന് പറയുമ്പോഴും ഐ നെവർ പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്. അപ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് നെയ്തർ ഡു ഐ എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നൈദർ കഴിഞ്ഞിട്ട് ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിക്കുക. പിന്നെ ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റാണ്. ഈ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത് ടെൻസ് അനുസരിച്ച് മാറും. ഡു ഉപയോഗിച്ചത് അത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആയതുകൊണ്ടാണ്, പതിവായി ചെയ്യുന്ന ഒരു കാര്യം. ഐ ഡിഡിൻറ്റ് പ്ലേ ഫുട്ബോൾ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ അതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഞാൻ ഇന്നലെ ഫുട്ബോൾ കളിച്ചില്ല. അപ്പോൾ കേട്ടു നിൽക്കുന്ന ആൾ പറയുകയാണ്, ഞാനും ഇല്ല, ഞാനും കളിച്ചില്ല, ഞാനും ഇന്നലെ കളിച്ചില്ല എന്ന്. നീദർ ഡിഡ് ഐ. ഡിഡ് ഉപയോഗിക്കുമ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് ഡിഡ് തന്നെ ഉപയോഗിക്കാം. എൻ്റെ ഫ്രണ്ട്സും കളിച്ചില്ല എന്നാണെങ്കിൽ നീദർ ഡിഡ് മൈ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ടും കളിച്ചില്ല എന്നാണെങ്കിൽ നീദർ ഡിഡ് മൈ ഫ്രണ്ട്. നിങ്ങളും കളിച്ചില്ല എന്നാണെങ്കിൽ നീദർ ഡിഡ് യു. ഐ വോണ്ട് ലവ് യു. ഞാൻ നിന്നെ സ്നേഹിക്കില്ല. ഐ വോണ്ട് ലവ് യു. നോക്കൂ, വോണ്ട് വിൽ നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് വോണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ എന്ന് പറയണമെങ്കിൽ കേട്ടു നിൽക്കുന്ന ആൾ പറയണം ഞാനും അങ്ങനെ തന്നെ. അപ്പോൾ വിൽ നോട്ട് ആണ് അവിടെ. അപ്പോൾ നമ്മൾ അതിൻ്റെ റെസ്പോൺസ് പറയുമ്പോൾ നൈദർ വിൽ ഐ എന്നാണ് പറയേണ്ടത്. നൈദർ വിൽ ഐ. കാരണം വിൽ നോട്ടാണ് വോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നൈദർ വിൽ ഐ എന്നാണ് റെസ്പോൺസ്. ഞാനും അങ്ങനെ തന്നെ. അതിൻ്റെ മീനിങ് ഐ വോണ്ട് ലവ് യു ഐദർ എന്നാണ്. ഐ കാൺട്ട് ക്ലൈംബ് ദാറ്റ് ഹിൽ. എനിക്ക് ആ ഹിൽ കയറാൻ പറ്റില്ല. കാൺട്ട്, കനോട്ട്, ക്യാൻ ആൻഡ് നോട്ട് ആണ് അവിടെ. അപ്പോൾ അതിന് എനിക്കും അങ്ങനെ തന്നെ എന്നെങ്ങനെ പറയും? നൈദർ ക്യാൻ ഐ. നൈദർ ക്യാൻ ഐ. ജോൺ ഡിഡിൻറ്റ് ഡു ഹിസ് ഹോംവർക്ക്. ജോൺ അവൻ്റെ ഹോംവർക്ക് ചെയ്തില്ല. ജെയിനും ചെയ്തില്ല എന്നാണെങ്കിൽ നൈദർ ഡിഡ് ജെയിൻ. ഐ ഹാവിൻറ്റ് റിസീവ്ഡ് എനി മണി. ഞാൻ ഒരു പൈസയും സ്വീകരിച്ചിട്ടില്ല. ഐ ഹാവിൻറ്റ് റിസീവ്ഡ്. നോക്കൂ, ഹാവ് നോട്ട് റിസീവ്ഡ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് ഞാനും റിസീവ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ കേട്ടു നിൽക്കുന്ന ആൾ പറയുകയാണ് ഞാനും മണിയൊന്നും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ നൈദർ ഹാവ് ഐ. ഹാവിൻറ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ അതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അവിടെ ഹെൽപ്പിംഗ് വേർബ് ഹാവ് ആണ്. ഐ ഹാഡിൻറ്റ് റിസീവ്ഡ് മണി എന്നായിരുന്നെങ്കിൽ എങ്ങനെ പറയും? അതിൻ്റെ റെസ്പോൺസ് നൈദർ ഹാഡ് ഐ എന്നാണ്. അവിടെ ഹെൽപ്പിംഗ് വേർബ് ഹാഡ് ആണ്. ഐ ഷുഡിൻറ്റ് കംപ്ലെയിൻ സോ മച്ച്. ഞാൻ ഒരുപാട് കംപ്ലെയിൻ ചെയ്യാൻ പാടില്ല. ഷുഡിൻറ്റ് എന്ന് പറയുമ്പോൾ ഷുഡ് നോട്ട്. ഞാനും അങ്ങനെ തന്നെ, ഞാനും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ കേട്ടു നിൽക്കുന്ന ആൾ പറയുന്ന റെസ്പോൺസാണ് ഞാനും അങ്ങനെ ചെയ്യാൻ പാടില്ല. നൈദർ ഷുഡ് ഐ. ഇനി ഐ ഡോണ്ട് ഹാവ് മണി എന്ന് പറഞ്ഞാൽ എനിക്ക് പൈസ ഇല്ല എന്നാണല്ലോ. അതൊരു പൊസഷനാണ്. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് മണി എന്ന് പറയുമ്പോൾ അവിടെ ഹെൽപ്പിംഗ് വേർബ് ഡു ആണ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് വരുന്നത് എനിക്കും ഇല്ല, എനിക്കും പൈസയില്ല എന്നാണ് പറയേണ്ടത്. നൈദർ ഡു ഐ എന്നാണ് വേണ്ടത്. ഐ ഡിഡിൻറ്റ് ഹാവ് പേഷ്യൻസ്. എനിക്ക് ക്ഷമയില്ല. ഐ ഡിഡിൻറ്റ് ഹാവ് പേഷ്യൻസ്. ക്ഷമയില്ലായിരുന്നു എന്ന പാസ്റ്റ് ടെൻസ് ആണ് അവിടെ. ഐ ഡിഡിൻറ്റ് ഹാവ് പേഷ്യൻസ്. അങ്ങനെ ക്ഷമ ഉണ്ടായിരുന്നില്ല എന്ന മീനിങ്ങിലാണ് അവിടെ പറയുന്നത്, പാസ്റ്റ് ടെൻസ്. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയുമ്പോഴോ നൈദർ ഡിഡ് ഐ എന്നാണ് വേണ്ടത്. നൈദർ ഡിഡ് ഐ. എനിക്ക് പേഷ്യൻസ് ഇല്ല. ഐ ഡോണ്ട് ഹാവ് പേഷ്യൻസ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് അവൾക്കും പേഷ്യൻസ് ഇല്ല എന്നാണ് വേണ്ടത്. അപ്പോൾ
നൈദർ ഡസ് ഷീ എന്നാണ് വേണ്ടത്. ഡസ് ഷീ ഉപയോഗിക്കാൻ കാരണം ഷീ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. നമുക്ക് നൈദർ വേറൊരു തരത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു സിറ്റുവേഷൻ. ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ചില്ല, പിന്നെന്താണ്, വെള്ളം കുടിക്കുകയും ചെയ്തില്ല, രണ്ടും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ നൈദർ ഉപയോഗിച്ച് എങ്ങനെ പറയാം? ആദ്യം നമുക്ക് ആ ഒരു സെൻറ്റൻസ് പറയാം. ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ചില്ല. ഐ ഡിഡിൻറ്റ് ഈറ്റ് ഫുഡ് യെസ്റ്റർഡേ. നൈദർ ഡിഡ് ഐ ഡ്രിങ്ക് വാട്ടർ. നോക്കൂ, നൈദർ ഡിഡ് ഐ. അവിടെ ഒരു വേർബും സബ്ജക്റ്റും തമ്മിൽ ഒരു ഇൻവേർഷൻ വേണം, കാരണം നൈദർ എന്ന് യൂസ് ചെയ്തതുകൊണ്ട്. ആദ്യം സെൻറ്റൻസ് പറയുക, അത് കഴിഞ്ഞ് നൈദർ അല്ലെങ്കിൽ നമുക്കവിടെ നോർ ഉപയോഗിക്കാം. പിന്നെ ഉപയോഗിക്കേണ്ടത് ഹെൽപ്പിംഗ് വേർബ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ ഉപയോഗിക്കേണ്ടത് വേർബ്. അതെങ്ങനെ പറയും? ഷീ ഡിഡ്ന്റ് കോൾ മീ. നൈദർ ഡിഡ് ഷീ മെസ്സേജ് മീ. She didn't talk to me. Neither did she come close to me. രണ്ട് കാര്യങ്ങൾ ചെയ്തില്ല എന്നാണ് പറയുന്നത്. ആദ്യം പറഞ്ഞ കാര്യം, I didn't get up early. Neither did I have breakfast. Eat breakfast. അപ്പോൾ ഞാൻ നിന്നെ പഠിപ്പിക്കില്ല, അത് ഒരു കാര്യം. ഐ വിൽ നോട്ട് ടീച്ച് യു. നൈദർ വിൽ ഐ ലെറ്റ് യു ഗോ ഔട്ട് ഓഫ് ദ ഹൗസ്. അപ്പോൾ ഇന്നത്തെ ലെസൺ നൈദർ, ആം ഐ, നൈദർ ഡു ഐ, നൈദർ ഡിഡ് ഐ, നൈദർ ഹാവ് ഐ എന്നൊക്കെ ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലേ? അപ്പോൾ കൂടുതൽ സെൻറ്റൻസസ് ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുക.